ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കിച്ചൺ ടിപ്സുകളാണ്. കുറേ പേർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും. അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ടിപ്പ് നോക്കാം. പഞ്ചസാരയിൽ ഉറുമ്പ് വരാതിരിക്കാൻ ഒരു 4-5 ഗ്രാമ്പ് എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. എന്നാൽ ഉറുമ്പ് ശല്യം ഉണ്ടാവില്ല. നെക്സ്റ്റ് ടിപ്പ് നോക്കാം. ചില ദിവസങ്ങളിൽ നമ്മൾ പയറ്, കടല എല്ലാം വെള്ളത്തിലിട്ട് വെക്കാൻ മറക്കും. ആ സമയത്ത് ഇതുപോലെ കാസറോളിൽ നമുക്ക് ആവശ്യത്തിനുള്ള കടല എടുക്കുക. എന്നിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് 1 മണിക്കൂർ നല്ലോണം ഒന്ന് അടച്ച് വെച്ചാൽ മതി. 1 മണിക്കൂറിന് ശേഷം നല്ലോണം സോക്കായി വന്നിട്ടുണ്ടാവും. നെക്സ്റ്റ് ടിപ്പ് നോക്കാം. ദോശക്കും ഇഡ്ഡലിക്കും അരിയും ഉഴുന്നും വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അല്പം ഉലുവയും കൂടെ ചേർക്കുക. എന്നാൽ നല്ല രുചിയും അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ചുട്ടെടുക്കാം. നെക്സ്റ്റ്, എഗ്ഗ് ബോയിൽ ചെയ്യുന്ന സമയത്ത് അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നാൽ അതിൻ്റെ തൊലി പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്തെടുക്കാം. അതുപോലെ എഗ്ഗും പഴവും ഒരുമിച്ച് വേവിക്കേണ്ട സമയത്ത് ഇതുപോലെ ഹോളുള്ള ഒരു പാത്രം വെച്ചെടുത്തിട്ട് അതിന് മുകളിലായിട്ട് പഴം വെച്ച് ഒന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. എന്നാൽ പഴത്തിൻ്റെ പോഷകങ്ങളും ഒട്ടും നഷ്ടപ്പെടുകയില്ല. നെക്സ്റ്റ് ടിപ്പ് നോക്കാം. പരിപ്പൊക്കെ കൊണ്ടുവന്നാൽ അത് പെട്ടെന്ന് തന്നെ പ്രാണികളൊക്കെ വന്ന് മോശമായി പോവും. അങ്ങനെ കുറേ കാലം കേടുവരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. നല്ല ചൂടുള്ളൊരു പാൻ എടുത്തിട്ട് അതിൽ 1 മിനിറ്റോളം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ബോട്ടിലിട്ട് വെച്ചാൽ മതി. കുറേ കാലം കേടുവരാതിരിക്കും. നെക്സ്റ്റ്, ഇപ്പോഴത്തെ അരികളിലെല്ലാം അത്യാവശ്യം വിഷാംശങ്ങൾ ഉണ്ടാവും. അത് പോവാനായിട്ട് 2-3 തവണ പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം 1 തവണ നല്ലോണം ചൂടുവെള്ളത്തിൽ കഴുകുക. എന്നാൽ അതിലെ വിഷാംശങ്ങളെല്ലാം പോയി നല്ലോണം ക്ലീനായി കിട്ടും. നെക്സ്റ്റ് ടിപ്പ് നോക്കാം. ചില സമയങ്ങളിൽ കുക്കറിൽ കഞ്ഞിയും അരിയെല്ലാം വേവിക്കുന്ന സമയത്ത് തിളച്ച് പുറത്തെല്ലാം പോയിട്ട് സ്റ്റവ് എല്ലാം മോശമാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ. ഇതുപോലെ ഒരു സ്പൂണോ പാത്രമോ എന്തെങ്കിലും ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. എന്നാൽ ഒട്ടും തിളച്ചിട്ട് പുറത്ത് പോവില്ല. നെക്സ്റ്റ്, ചിക്കനും ബീഫെല്ലാം ഇതുപോലെ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ ഐസ് പോവാനായിട്ട് അല്പം ഉപ്പും വെള്ളവും ചേർത്ത് വെക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ ഐസ് പോയി കിട്ടും. നെക്സ്റ്റ്, ക്യാരറ്റ് ഇതുപോലെ ഒരു കണ്ടെയ്നറിൽ അല്പം വെള്ളം ചേർത്ത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുക. എന്നാൽ ഒരുപാട് കാലം മോശമാവാതെ നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളൂ. നെക്സ്റ്റ്, വെളുത്തുള്ളി തൊലി കളഞ്ഞെടുക്കാനുള്ള 2 ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് ഇതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് അതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞെടുത്താൽ മതി. നെക്സ്റ്റ് മെത്തേഡ്, ഇതുപോലെ ഉള്ളി എടുത്തിട്ട് ഒരു വെളുത്തുള്ളിയുടെ സെൻറ്റർ ഭാഗം ഇതുപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ അതിനെ തൊലി റിമൂവ് ആക്കാം. ഈ മെത്തേഡാണ് കേട്ടോ മറ്റേതിലും കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ളത്. നെക്സ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ 1 മാസം വരെ കേടുകൂടാതിരിക്കും. അതിന് വേണ്ടിയിട്ട് എല്ലാം ഒന്ന് പീല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഇനി ഒട്ടും വെള്ളത്തിൻ്റെ അംശമില്ലാത്തൊരു ഗ്രൈൻഡറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും സൺഫ്ലവർ ഓയിലും നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രിസർവേറ്റീവാണ്. അതുകൊണ്ട് തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരുപാട് ദിവസം കേടുകൂടാതിരിക്കാൻ സഹായിക്കുന്നു. എന്നിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ 1 മാസത്തോളം ഒട്ടും രുചിയൊന്നും പോവാതെ നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളൂ. ഇതുപോലെ കുറച്ചധികം റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ ഐസ് ക്യൂബായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറേ കാലം യൂസ് ചെയ്യാം. നെക്സ്റ്റ്, അതുപോലെ ചെറിയുള്ളിയും പീലെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് ഒരു കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ ഒരുപാട് കാലം കേടുകൂടാതിരിക്കും.
ഒഴിവു സമയങ്ങൾ കുറച്ചധികം ഇതുപോലെ റെഡിയാക്കി വെച്ചാൽ ദിവസവും സമയം ലാഭിക്കാം. നെക്സ്റ്റ് ഉഴുന്നും പച്ചരിയും അരച്ചിട്ട് ഇതുപോലെ റൈസ് കുക്കറിൽ വെച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി വരും. നെക്സ്റ്റ് തേങ്ങാ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കൂടെ ചേർത്താൽ ചട്നിക്ക് നല്ല രുചി കൂടും. ഇഡ്ഡലി ഉണ്ടാക്കുന്ന സമയത്ത് അത് ചൂടാറാതെ അതിൽ നിന്ന് എടുത്താൽ പെർഫെക്റ്റായി കിട്ടൂല. ചൂടാറാൻ വെക്കാൻ ചില ദിവസങ്ങളിൽ നമുക്ക് സമയം ഉണ്ടാവില്ല. ആ ഒരു ടൈമിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഐഡിയ ആണ്. ഇതുപോലെ ടാപ്പ് വാട്ടറിൻ്റെ അടിയിലായിട്ട് ഒന്ന് കാണിച്ചിട്ട് അതിൻ്റെ ചൂടെല്ലാം ഒന്ന് പോയിച്ചെടുക്കണം. ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് എടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. നെക്സ്റ്റ് വാട്ടർമെലൺ എല്ലാം നമ്മൾ വാങ്ങിച്ചിട്ട് ബാക്കി വന്ന ഭാഗം നമ്മൾ ഫ്രിഡ്ജിൽ അതുപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും അതൊരു പുളിപ്പെല്ലാം വന്ന് ആകെ കേടുവരും. അതിന് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ്. ഇതുപോലെ ക്ലിംഗ് റാപ്പ് ഉപയോഗിച്ച് ഒന്ന് റാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. എന്നാൽ കേടാവാതെ നല്ല ഫ്രഷ് ആയിട്ടിരുന്നോളൂ. നെക്സ്റ്റ് ചായക്കുള്ള വെള്ളം റെഡിയാക്കി എടുക്കുമ്പോൾ അത് തിളക്കുന്ന സമയത്ത് അതിലേക്ക് വേണ്ട ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഒരു തവി വെച്ചിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല. ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം അതിലേക്ക് ടീ പൗഡർ ആഡ് ചെയ്യാൻ. എന്നാൽ ചായക്ക് നല്ല രുചിയും കൂടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.